ഒരു കാര്യം ആരിന്ന് കടം മേടിച്ചാലും ഭാര്യമാരിന്ന് കടം മേടിക്കില്ല, അതിന് സ്വസ്ഥത ഉണ്ടാവില്ല. അതോടെ ചോദിച്ചെടുക്കും. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ മുദ്ദ കൊടുക്കുക. മുദ്ദെന്ന് പറയുമ്പോ നോമ്പില്ലാത്തവർക്ക്, ശാലിനെ പോലത്തവർക്ക്. പൊട്ടിക്ക് ചട്ടി നോമ്പുള്ളവര്, ചട്ടി നോമ്പുള്ളവരെ പൊട്ടിക്ക് മെച്ച് വിരിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എപ്പോഴും ഉണ്ടാവും ഓളെ കൈമന്ന് മൈക്ക് വെക്കല്. എന്തെങ്കിലും ഒരു ദിവസം മൈക്കിൽ വെക്കാത്ത ദിവസം ഉണ്ടാവും എടുക്കുമ്പോ. പിന്നെ നോക്കണ്ടേ അമ്മാരുണ്ടാവേ. എപ്പോഴും തമാശയാണ്. എന്തിപ്പോ തമാശയാണ് ഓളത്. എന്റെ ഇഷ്ടം എന്തിന്റെ ഇഷ്ടോ, എപ്പോഴും എനിക്ക് തമാശയാണ്. ഇത് ചെറിയ പോയി ഫസ്റ്റത്തെ അരി കിട്ടി. സായിലവിടെ മൈലാഞ്ചി ഇടലിന്റെ പരിപാടിയാ. നമ്മളെ പുതിയ ഒരു അതിഥി ഉണ്ട്. വീഡിയോസ് നമ്മളെ വീഡിയോസിലുള്ള പുതിയ അതിഥി. മുഖം പൊത്താൻ പാടില്ല, അത് ശരിയല്ല. ഈ മുഖം കാണണം. ഞങ്ങളെ മോളാണിത്. അവൻ മൈലാഞ്ചി ഇടാൻ വന്നാണ്. ഞാൻ പറഞ്ഞു ആ ഇട്ടര മൈലാഞ്ചിന്ന് നല്ല അടിപൊളിയായിട്ട്. ഓക്കെ ഇടാൻ അറിയില്ല, തീരെ ഓക്കെ ഇടാൻ അറിയില്ല. ലാസ്റ്റിന്റെ കൈയൊക്കെ കൊളായിട്ട് എല്ലാരും കളിയാക്കലോ. കൊറേ തലേ തേക്കും, എന്റെ തലേ കൊറേ തേക്കും. ലാസ്റ്റ് മുടി ചോപ്പ് കളറാവേ. നല്ല പറയാ കൊറേ എന്റെ തല വെക്കും, കൊറേ ലാസ്റ്റ് ചോപ്പ് കളറാ. അപ്പൊ ഈ വൈകുന്നേരത്തെ ഉമ്മച്ചിന്റെ പുട്ടും കുറ്റി 3-4 ഉണ്ടാക്കി നിങ്ങക്ക് തിന്നാനുള്ളതാ. നമ്മളെ പൊറാട്ട. എടാ ആ വണ്ടി രണ്ടും കഴിയിട്ടില്ല. രാവിലെ പള്ളി പോണ ടൈമിലാ. നല്ലൊരു പണി ഞാൻ പറഞ്ഞുതരാ. നാളെ പള്ളി പോവുക. 8 മണിക്ക് നിസ്കാരം തുടങ്ങിയ 8:00 9 മണി 10 മധുര കാറ് കേൾക്കുക. 3 ബൈക്ക് കാറിന്ന് വാഷിങ്ങിന് ഇട്ട് കൊടുത്താ പോരെ. കഴിഞ്ഞില്ല നമ്മള് ചെയ്തു. 400 രൂപ ഒരു കാറിനാ, 2 കാറിനും കൂടി. ഇപ്പൊ ഇനി ഇല്ല. ഇപ്പൊ 400 പ്രശ്നം. 2 കാറുണ്ട്, 2 കാറും. ഒരു കാര്യേ, ആ 2 കാറും 3 ബൈക്കും ഞാൻ ചെയ്ത് തരാം. 400 എനിക്ക് തരാം. വെറും 400 രൂപ തരാം. ആയിക്കോട്ടെ, വെച്ച് കൊടുക്കാം. അങ്ങനെ പെജിക്ക് 400 രൂപ പെജ് ഡീലായിക്കണ്. ആയിക്കോട്ടെ, ഞാൻ കേക്കോളാം. അല്ല, ഒരു കാറിന് 400. എല്ലാം കൂടി ശരിക്കും പുറത്തൊരു കാർ ഇന്റീരിയർ മൊത്തം വാഷ് ചെയ്യാൻ 400 രൂപ. ഒരു കാറിന് 200 വെച്ച് 2 കാറിന് 400. എന്റെ ബൈക്ക് 2 ബൈക്കിന് 200. 500. ആയിക്കോട്ടെ, ഉറപ്പാണ്. അമ്മക്ക് 500 കിട്ടി. അമ്മക്ക് എന്താ കഴിക്കൂടെ കൊടുക്കട്ടോ. ഞാൻ അങ്ങോട്ട് പോവും. എനിക്ക് പ്രധാനപ്പെട്ട വസ്ത്രങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഒരു ഷൂ എടുത്ത് വള്ളി അയിമ തന്നെയാണ് ഫുള്ള്. പെരുന്നാൾ കഴിച്ചിട്ട് പോകുമ്പോ പള്ളിന്ന് അടിച്ചാല് പോണ സ്ഥലോ അടിപൊളിയാവും. ആലോചിക്കാം. ഇജ്ജ് പെരുന്നാക്ക് ഇതിട്ട് പള്ളിയിലേക്ക് കിട്ടുപോയി. അവിടുന്ന് ആരും അടിച്ചാല് കൊണ്ടാ പള്ളിയിൽ ഇടൂലല്ലോ. പൊട്ടനാ, അത് ആരും കൊണ്ടുപോകുത്. എന്റെ സാധനം എന്റെ 2 ഷൂ. ക്രിയേറ്റിവിറ്റി ഹെന്ന ബൈ ഹീല.
എന്നാ ബൈ ഹീലോ നോക്കിയാ ഇതാടി ഇത് മറ്റേ ടീമിന്റെ ഇത് സാധാ അപ്പൊ മറ്റേതോടെ സാലുണ്ടോ നീനെ ഓ ട്രൈ ചെയ്തു ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു ഇപ്പൊ നാളെ പെരുന്നാള് ശനി നാളെ ലീവാ നമുക്ക് ഓടിക്കാൻ പോവാം. നമ്മള് എത്ര കൊല്ലായി നമ്മള് ട്രിപ്പ് പോയിട്ട് ഒന്നുമില്ല. ഞാൻ സത്യം പറയട്ടെ, നമുക്കൊന്ന് ഒരു കൊടൈക്കനാലൊക്കെ പോയിട്ട് വരാം. കൊടൈക്കനാൽക്കൊക്കെ ഇപ്പൊ നാളെ സീസണിൽ കേറി കഴിഞ്ഞാൽ എങ്ങനെ കേറി ഇറങ്ങി പോരും. നമുക്ക് വയനാട് റിസോർട്ട് എടുക്കാം. ഞാനുണ്ട് നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അവിടെ എടുക്കാം. കട്ടേട്ടെ എന്നിട്ട് നല്ല വേറെ എന്റെ കോഴിക്കോട് വെച്ചുക ഞാൻ പറഞ്ഞ പോലെ ഓൾക്കും പോകില്ല. എല്ലായിടത്തും തിരക്കാന്ന് പറഞ്ഞാൽ എന്നാ ഞാൻ പറഞ്ഞു വയനാട് റിസോർട്ട് എടുക്കാം. അങ്ങനെയുണ്ട് ബൾബല്ല വൈബ് വൈബൊക്കെ ഉണ്ടാവും. നമ്മളൊരു ദിവസം ഒരു വേറെ പെരയിൽ പോയി നിൽക്കണ അന്ന് നമ്മള് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കൂടി തരും. രസമായിട്ട് വയനാട് കയറി ഇറങ്ങാം നമുക്ക്. ഇറങ്ങി അതിലെന്താ അവിടെ എന്താ ഉള്ളത്? ഒന്നും വേണ്ട രസം. ഊട്ടി പോവാ കണ്ടെടുക്കാൻ കഴിയില്ല മോനെ. പിന്നെ ഓൾക്ക് അടുക്കാതില്ലായിരുന്നേ നമുക്ക് കെട്ടിങ്ങൽ ബീച്ച് പോയാലോ? കെട്ടിങ്ങൽ ബീച്ച് പോയാലോ? അതാണ് നമുക്ക് വണ്ടർല പോയാലോ? പെരുന്നാളായിട്ട് ചിലപ്പോ എല്ലാരും കൊച്ചിയിൽ വണ്ടർല പോവാ. കൊച്ചി വണ്ടർല പോവാ. നമ്മളൊക്കെ വരുന്ന അർത്ഥമാണ്. എന്നാ കൊച്ചി പോവാ, വണ്ടർല പോവാ, ഒറ്റമൂടില് പോവാ. വണ്ടർല കൂടാ. നമുക്ക് കൊച്ചി പോവാ. പോണേല് വണ്ടർല കയറാം. തിരക്കാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ വിരിഞ്ഞിട്ട് അവിടെ കറങ്ങിട്ട് നേരെ നാട്ടിൽ കയറാം. നമുക്ക് പോകണം ട്രിപ്പ്. നല്ല ട്രിപ്പ് പോകണം. പൈസ ഒക്കെ കയ്യിലാട്ടെ. എന്നിട്ട് നമുക്ക് ഒരു ട്രിപ്പ് നല്ല അടിപൊളി ട്രിപ്പ് പോവാം. കാശ്മീരോ? കാശ്മീരോ? ലക്ഷദ്വീപ്. കാശ്മീരായാലും ലക്ഷദ്വീപ് ആയാലും ലക്ഷദ്വീപ് നമ്മളൊരു പ്ലാൻ ഉണ്ട്. നമുക്ക് കുഞ്ചൊക്കെ മേടിച്ചിട്ട് അതിക്ക് ഇങ്ങനെ ഡെയിലി ഒരു 500 രൂപ ഇടണം. എല്ലാവരും കൂടി 500 രൂപ. എന്നിട്ട് കുറെ എടുത്തുകൊണ്ട് വേറെ കുഞ്ചിലിങ്ങനെ ഇടാന്നല്ലാതെ കുഞ്ചിലെ പൈസ നമുക്ക് കിട്ടും. അല്ല ഒരു കൊല്ലം കൊണ്ട് നമുക്ക് പോവാം. എന്നെ ഉദ്ദേശിച്ച് മാത്രം പറയാനില്ല. അതതിന്റെ ഉദ്ദേശമല്ല. പക്ഷെ ഇട്ടിട്ട് കാര്യമില്ല. കണക്ക് കൂട്ടിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട്? നമുക്ക് നഷ്ടം. എന്ത് കണക്കാണ് തലി ഇനി ബിസിനസ് ചെയ്യാൻ പോണ്ടെങ്കിൽ പോലെ കൂടെ ബിസിനസ് പാർട്ണർഷിപ്പ് നമ്മളില്ലോ. ബിസിനസ്സില് പാർട്ണർഷിപ്പ് നമ്മളില്ല. നമ്മക്ക് നഷ്ടമാണ്. പൈസ കണക്കൂട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു തലി പതില്ല. ശരിക്ക് 4000 റുപ്യ ഗോവിന്ദ അതിനിപ്പോ തന്നെ ഖദീജക്ക് വിട്ട 4000 റുപ്യ എന്റെ ഓർമ്മയിലേ അങ്ങനെ പൂത്തനാകാക്കി പറഞ്ഞൂടെ മണ്ടാന്നോടെ ഞാൻ ഓർമ്മപ്പെടുത്തി തന്നില്ലേ 4000 റുപ്യ പറഞ്ഞു തന്ന്. പക്ഷെ എന്താ തരോ, അങ്ങനൊക്കെ കണക്ക് കൂട്ടി കഴിഞ്ഞിട്ട് ഈ 4000 കണക്ക് കൂട്ടി കഴിഞ്ഞിട്ട് 6400 വെച്ച് കൊടുക്കാണ്ട് അതൊക്കെ കണക്ക് കൂട്ടി ശരിക്ക് 6400 കൊടുക്കാനുള്ളത് ആ പൈസ കീച്ചാല് 5850 വെച്ച് കൊടുക്കാനുള്ളൂ. ഇങ്ങോട്ട് പറയണേ ആ 400 എനിക്ക് തരണോ? അപ്പൊ ആർക്ക് നഷ്ടം? 650 എനിക്ക് നഷ്ടടാ. നുളോളിച്ച് മേടിച്ചാൽ എനിക്കാണ്ട എന്ത് നുളോളിച്ച് മേടിച്ചാണ്. പിന്നെ ഞാൻ കേട്ട് തിരിച്ചു എവിടെ പോണീനല്ല, നേരെ ബാങ്കിലേക്ക് പോകും. ഓടി പോകൂല. അത് എന്റെ അടുത്ത് വന്നാലും ബാങ്കിൽ അടവിലേക്ക് പോകാനുള്ളതെന്നുണ്ടെങ്കിലും പക്ഷെ എന്താ കണക്കോരാണ്ട് വാങ്ങണം. എങ്ങോട്ട് പറയാം നീക്ക് ഒരു 500 ഒപ്പിച്ച് തരീന്ന് പറയുമ്പോഴേ ഞാൻ ഒപ്പിച്ചൊരു 10 കണക്ക്. ഇത് ഇന്നെ പറ്റിക്ക നൈസായിട്ട് നമ്മളെ പറ്റിക്കാന്ന് പറയാൻ പറ്റൂല. കണക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകില്ല. അത് ഇന്റെ പൈസ 650 ഇന്റെ തന്നെ.
ഇത് ഇത്ര ഉള്ളൂ സാമി, ഇത്ര ഉള്ളൂ 5850 റുപ്യ എനക്കെന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ പച്ചിന്റെ 500 ആയിരുന്നു 1100 കീച്ചത് ഏത് നിങ്ങളത് ഇപ്പച്ചി കീച്ചില്ല എന്റെ കീച്ചില്ല രാജാജി അവിടെ അല്ലേ, അവിടെ കീക്കല ഓല ഓല പൈസ ഓല കീച്ചെടുക്കണം. എന്റെ ഇതിനെ കൂർത്ത് കൂട്ടി നേരെ അങ്ങോട്ട് പോകും. അങ്ങനെയല്ല, ഖജാൻജി ഓല ആവുമ്പോ ഓല പൈസ ഓല കീച്ചെടുക്കണം. നമ്മളെ കേസ് എന്തായിരുന്നു, നമ്മള് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ ഓർക്ക് കൊടുക്ക വേണ്ടിയത്. ഇത് നേരെ തിരിച്ച് പറഞ്ഞിട്ട് കാര്യം നമ്മളെ മുതൽ നമ്മൾ വെക്കണം. അപ്പൊ നമ്മളൊന്നും നിർത്തേക്കൂല, നമ്മള് നേരാണ് കൊണ്ടുപോകേണ്ട കടം വീടും. അതിനെന്നെ പറഞ്ഞ കടം വീഴാനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ഇന്റെ കണക്ക് കണക്കാക്കിയാലല്ല ശരിയായി. ഇത് 5800 എനിക്ക് വേണ്ട നൂറോളിച്ച് വെച്ച പൈസ ഞാൻ 650 റുപ്യ ഉണ്ടോ എനിക്ക് വേണ്ട. 6000 റൗണ്ടാക്കി കൊടുത്ത്. അതല്ല 400 ഇപ്പൊ തരൂ, രാത്രി ഒന്നും എന്താവുക ആ 400 അട്ടിനി ഇങ്ങോട്ട് അല്ല പിറ്റേ നിങ്ങള് 1000 കൊടുക്കണ്ടേ 1500 കൊടുക്കേണ്ടി വരും. പൊന്നാര മക്കളതാ കണക്കും കയ്യൊക്കെ കറക്റ്റ് വെച്ചോളുണ്ട്. ഇങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ ഒക്കെ തെറ്റും, നമ്മക്ക് കൺഫ്യൂഷൻ ആവും, ഓർക്ക് കിട്ടാനുള്ളത് കിട്ടും ചെയ്യും. നമ്മളാകെ കൺഫ്യൂഷൻ. നമ്മൾ കണക്ക് കൂടി ശരി തന്നെ ആളുകൾക്ക് കൊടുത്തു പോകും. കൊടുത്തു കഴിഞ്ഞതിന്റെ ദിവസം കണക്ക് കൂട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാകും, കൊടുത്ത പൈസ കേട്ട് തിരിച്ചിട്ടില്ല. മനസ്സിലായ? പെണ്ണുങ്ങൾക്ക് കൈ ഒന്നും ചെയ്യാതെ പാവങ്ങളിരിക്കണേ. ഞാനൊന്നും എടുത്തിട്ടില്ലേ, കണക്കും കാര്യമൊക്കെ കറക്റ്റ് ഗായ്സ്, കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് വെച്ചോളി. 500 ഇങ്ങോട്ട് തരാണ്ടെന്നുണ്ട് 700 കൂട്ടി പറയും. അപ്പൊ നമ്മളെ കണക്കൊക്കെ തെറ്റും. അപ്പൊ ഓരോ കയ്യില് പൈസ ആവും ചെയ്യും, ഞമ്മക്കെന്നെ തിരിച്ചു കിട്ടൂല. അപ്പൊ ഓലെന്താ പറഞ്ഞ, എങ്ങോട്ടും പോവില്ല, അവിടേക്ക് പോവില്ല ഇവിടേക്ക് പോവില്ല. അപ്പൊ ഞമ്മക്ക് മുണ്ടാട്ടം മുടങ്ങി. ഇതൊന്നുമില്ല. അതാണ് അവസ്ഥ. കാര്യം മനസ്സിലായില്ലേ എനിക്ക്? അതൊക്കെ മനസ്സിലായി. നീ അടുത്ത പണി നാളത്തേക്കുള്ള നാളത്തെ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അടുക്കള പോയിട്ട് മല്ലിടാണ്ട്, ഇനി അടുക്കള പോയാൽ മല്ലിടാണ്ട് ഇതൊക്കെ കഴിഞ്ഞു. മോൾക്ക് വെക്കണ്ട, ക്യാമറ നോക്കിയാൽ നാളത്തെ കാര്യം നാളെ പറയാം. അപ്പൊ ഈ സാധനം വാങ്ങാൻ പോകണേ. ഈദ് മുബാറക്കായിട്ട് നാളെ എന്തായാലും പെരുന്നാളായിട്ട് ജഗ പുകയായിരിക്കും, കാണാൻ പറ്റിയ എന്തായാലും. ഇപ്പൊ സാധനങ്ങളൊക്കെ വേഗം ബില്ല് തട്ടില്ലേ, പൈസയും പോയി വേറെ ബില്ലും തന്നെ. കണ്ടില്ലേ ഇല്ലാണ്, ഇത് ഒതുക്കി പിടിച്ചതാണ്. എന്തൊക്കെ നോക്കണം മക്കളെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ കഥ. പൈസ പോയിട്ട് പൈസയും പോയി വേറെ പൈസ എടുത്ത് സാധനം വാങ്ങാം. സാധനം അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് സാധനം ഇന്റെ പൈസ അങ്ങനെ സാധനങ്ങൾ മേടിച്ചാലും മേടിച്ചാലും ഇന്റെ പൈസ നിൽക്കുന്നറിയുന്നു. ഇന്റെ പൈസ നിൽക്കുന്നറിയോ, മേടിച്ചാലും മേടിച്ചു പണിക്കോ അകത്തും വെച്ച് കൊടുത്ത പൈസ അത് മുട്ടാണ് അവിടെ കിടന്നോട്ടെ. അതുള്ളവരുടെ ഇങ്ങനെ പോകുന്നുണ്ട്. നാളിലോണ്ട് നെറ്റി പോകുന്നുണ്ട്. എങ്ങനെ നെറ്റി ഇവിടെ എത്തിയില്ലേ, പീടിയില്ലേ എന്തില്ല പറഞ്ഞോളി. അപ്പൊ ഗൈസ് ഇൻഷാ അല്ലാഹ് വളരെ അധികം ശ്രദ്ധിച്ചും ഒക്കെ കൈകാര്യം ചെയ്തോണ്ട് വീണ്ടും വീണ്ടും ഓർമ്മിക്കാണ്, ഒരു കുടുംബനാഥനാവുമ്പോ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് ചിന്തിച്ച് കൈകാര്യം ഇത് കണ്ടില്ലേ, പറ്റിക്കൽ വേറ്റാണ്. നിങ്ങൾ പറ്റിക്കണ്ടോ പറ്റിച്ചോണ്ട് എന്തായി, നിങ്ങളെ പറ്റിക്കുന്നോണ്ട് പറ്റിച്ചിട്ട് കൊണ്ടുപോകല്ല കേട്ടോ, പറ്റിച്ചിട്ട് കാര്യത്തിലേക്ക് തന്നെ. പക്ഷെ ഇതെന്നാ നമ്മളെ മനസ്സിൽ എന്താ ഉദ്ദേശം വെച്ച് പൈസ ഉണ്ടല്ലോ, അത് എങ്ങനെ പോകുന്നത് അറിയില്ല. അതാണ് പ്രശ്നം. ഒരു 500 മാറ്റി വെച്ചാൽ അങ്ങോട്ട് പോകുന്നില്ല, 500 അങ്ങോട്ട് പോകും. അപ്പൊ നമ്മളെ കണക്ക് കൂട്ടലൊക്കെ തെറ്റും. നമ്മള് വിചാരിക്കുന്ന അവർക്ക് കൊടുക്കാനുള്ള കുടുംബശ്രീ ലോണ് അന്നേരം എന്താ പറയല്, നമുക്ക് ഡെയിലി പൊന്നാര മക്കളെ വേറൊരു കാര്യം കൂടി പറയാം. ആരെടുത്ത് കടം മേടിച്ചോ വില കുറച്ചിരുന്ന് കടം വാങ്ങിയത് അത് തിരിച്ചു വെക്കും. നമ്മളെടുത്ത് മേടിച്ചതിന് കണക്കുണ്ടാവും. ഓരോ 500 കണ്ട് മേടിച്ചോ അതുപോലെ. അതായത് നിങ്ങൾ പറയുന്നത് ഭാര്യന്റേത് കടം വാങ്ങരുത്. എങ്ങനെയാണ് ഒരു കാര്യം, ആരെന്ന് കടം മേടിച്ചാലും ഭാര്യമാരെന്ന് കടം വാങ്ങരുത്. അതിന് സ്വസ്ഥത ഉണ്ടാവില്ല. അത് ഉടനെ ചോദിച്ചെടുക്കും. എന്റെ അടുത്ത് മേടിച്ച 500 എന്റെ അടുത്ത് നിങ്ങൾ 1000 മേടിച്ചില്ലേ, അതോടെ ചോദിച്ചെടുക്കും. നമ്മളെത്തുന്ന 500 1000 മേടിച്ച് 2000 മേടിച്ചിട്ടൊന്നും ഒരു കണക്കും ഇല്ല, കയ്യും ഇല്ല. ഓലെത്തുന്ന 100 ഇങ്ങോട്ട് റിട്ടേൺ മേടിച്ചോ, അത് കൊടുക്കാൻ തല വിരാകുന്നു. കേൾക്കാത്ത
ഹൈറാക്കി തട്ടെ. അതിന് നമ്മളില്ലേ 2 മക്കളുണ്ട് എനിക്ക്. ഞങ്ങൾക്ക് ബേജാറ് പണം വീടൂലേ. അതിനെ പറ്റിക്ക് പിന്നെ പറ്റിക്കലേക്ക് ഓല് പറ്റിക്ക് എന്നെ തന്നെ പറ്റിക്കല്ല. അതാണ് ചോദിക്കുന്നത്. എന്നെ തന്നെ പറ്റിക്കരുത്. ഓലെ പറ്റിക്ക എന്താ അവന്റെ പറ്റിയോ കണക്കില്ല. അവന്റെ പറ്റിക്കാൻ പറ്റിയ ആളാന്നുള്ളത് മനസ്സിലായില്ലേ? എനിക്ക് നേരെ കണക്കുണ്ടായിട്ടില്ല നമ്മളെ. ഞാൻ നേരെ കണക്കുണ്ടാക്കിയില്ല. വെറുതെ ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞു വരുത്തരുത് ട്ടാ. ഞാൻ ഇതുവരെ നിങ്ങൾ കണക്കാണ് കണക്കല്ല. ആണുങ്ങളെ പറ്റിക്കുന്ന മൈനി മക്കളെ ഏത് മക്കളെയും ഭരിക്കാൻ പറ്റില്ല. അതുണ്ട്. എന്തൊക്കെയാ നിങ്ങളെന്താ പറഞ്ഞ നിങ്ങൾക്ക് കടം പിടിയിട്ട് അൽഹംദുലില്ലാഹ് ഉംറക്കോണം. ഇൻഷാ അല്ലാഹ് ഹൈറാക്കി തട്ടെ. എന്റെ ആഗ്രഹം നിറവേറ്റി തരും. രണ്ടാളും കൂടെ അല്ലേ പ്ലാന്? പണ്ടൊക്കെ നിലനിർത്തിട്ട് പണ്ടത്തെ ഞാനറിയാത്ത പണ്ടോ ബാങ്കിലെ പണ്ടൊക്കെ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകണം. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ കട വിട്ടാ നോക്കാം. അത്ര വീടിന്റെ ബാക്കിയല്ലേ ഇതപ്പച്ചിട്ട് ഇപ്പൊ രാത്രി 1:45 പുട്ട് കഴിക്കണ്. നിങ്ങൾക്കല്ലേ പുട്ട് വേണ്ടാറേ? പുട്ട് എന്നാ അങ്ങനെ എങ്ങനെയെന്നൊക്കെ എന്താ പൊറാട്ട തിന്നാനുള്ള അടവേനിയപ്പോ ഫ്രഷ് ആയില്ല. 11:45 തിന്നണ മാത്രം തിന്നാ വെള്ളറിയും അയില. അപ്പൊ നിങ്ങക്ക് പുട്ടിന് പുട്ട് നമ്മൾ ഇറങ്ങാറൊന്നുമില്ല. എന്തിനാ കണ്ണറിയണ എന്തിനാ എന്റെ കണ്ണറിയണ എന്തിനാ നീ? പെരുന്നാളിന്റെ തലേന്ന് നിങ്ങൾ അങ്ങനെ ചൂടാകരുതിട്ടാ. പെരുന്നാളിന് അവരാകെ സങ്കടാവില്ല. ഞാൻ ഇന്നത്തെ പെരുന്നാള് പോയില്ലപ്പാ. ഓളെ കണ്ണിന്നൊക്കെ വെള്ളം വര്. നിങ്ങൾ അങ്ങനെ ചൂടാകണ്ടേ ഒരിക്കലും. കമന്റ് ബോക്സില് ഫാൻസ് ഇളകും. ഇങ്ങനെ പിന്നെ നിക്കൂലട്ടോ. നിങ്ങളെ വരാ ചായ ചൂടായിട്ട് ഇളിച്ചിട്ട് എന്നോട് ചൂടാ പോലെ അവിടെ ഇല്ല ചൂടാണ് ഞങ്ങൾക്കുള്ള പോലെ പറഞ്ഞ പോലെ. എന്നാലും ഇപ്പച്ചി അങ്ങനെ പറയരുതില്ല ജവാ. ഒരിക്കലും ഇപ്പച്ചി ഒറ്റടിക്ക് ചൂടായിക്കണ്. നിങ്ങൾക്ക് നല്ലപോലെ മോളെ ഒന്ന് എടുത്ത ചൂട് നിങ്ങള് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയട്ടെ ഷായിലാവത്ത് അത് ടാബ്മേലല്ല വിജയ് നിങ്ങൾ ചൂടാകണ്ട. നിങ്ങൾ ഷായിലാവുന്ന എടുത്ത ഫുഡൊക്കെ ആവും. അതുകൊണ്ടൊന്ന് എടുത്ത് മാറ്റിക്കളാ. നിങ്ങൾ ചൂടാണ്ട ഒരു ആവശ്യമില്ല. ഇനി അമ്മ എന്ത് കഴിഞ്ഞാൽ എന്റെ കണ്ണിന്ന് വളർന്നു നോക്കിപ്പാ ആയില്ല. നോക്കട്ടെ നോക്കട്ടെ കണ്ണ് കണ്ണടഞ്ഞ നോക്കട്ടെ. സാരില്ല. ഞാൻ നിങ്ങളെ കാത്തിക്കപ്പോ തിന്നാ നിങ്ങൾക്ക് തിന്നുക. ഇവിടെ എത്രയും നേരം കാത്തുന്നതാ. നിങ്ങള് വാരി കൊടുക്കുന്ന ചോദിച്ചു കാത്തുകാരുകള് കൈകളിട്ട് ശരിക്കും ഇത്ര രസമായിരുന്നു. കറി വയ്ക്കാണ്ട് വെറും മീൻ കറി വയ്ക്കാണ്ട് വെറും മീനിട്ടാണ്ട് കൊടുക്കുക. ഞാൻ എന്താ അതേമാതിരി തിന്നണ്ടേ? അങ്ങനെയല്ല ഡയലോഗ് ഇന്നോടല്ലേ. ഇവിടെ എന്താ ഉണ്ടാക്കിയത്? ഞാൻ തിന്നാ മതി. ഇവിടെ എന്താ ഉണ്ടാക്കിയത് തിന്നാ മതി. പാൽഭാഗം നോക്കിട്ടപ്പാ ഒരു പാൽഭാഗം വെക്കും. അത് ഞാനാ മറ്റേ മൈലാക്കി ഉറങ്ങിട്ട് അതിന്റെ മുത്തുള്ളൂ. ഇവിടെ നിലത്തുനിന്ന് മീൻ പൊരിച്ച കിട്ടിയെടുത്ത് ഞാൻ ആ പുട്ടിന്റെ കണ്ട നിന്നതാ മൈലാഞ്ചായി. അങ്ങനെ നിലത്ത് പുട്ടായിട്ടില്ല. പുട്ട് നിലത്തായിട്ടില്ല. അങ്ങനെ ആയതാണ്. അല്ല എന്തോ ഒരു ചോയ
പെണ്ണുങ്ങളും മൈലാഞ്ചിട്ട് പെണ്ണുങ്ങളല്ലേ പെങ്ങളോ എനിക്ക് ചെവിക്ക് പ്രശ്നമുണ്ട് ഞാനേ കാലുമണി എടുക്കും വിചാരിച്ചു. തലമുറ അതാ നല്ലത്. ഞാൻ തലയിൽ ഇപ്പല്ലേ ഇടുന്നു കറുപ്പിക്കാന്. അയ്യോ അതൊക്കെ ഇഷ്ടായിട്ടാ കണ്ണിങ്ങ ഞാൻ എന്നോ തലമുറ ഇപ്പോഴും കൂടി കൈ കണ്ടിട്ടുള്ളൂ. വീശോന്ന് തല എന്റെ മുമ്പ് കറുപ്പിച്ചു. ഞാൻ ഇവിടെ എക്യുപ്മെന്റ്സ് കാണിച്ചോളൂ. ഇവിടെ ടൂൾസുകള് കറുപ്പിക്കുന്ന ടൂൾസുകള് ആ കൈ അടിച്ചണിയമ്മ കയ്യില് മൈലാഞ്ചി ഇട്ടോണ്ടാണ് ഗൈസ് വാരി കൊടുക്കണത് അല്ലേ ഇമ്മ ഇപ്പൊ ചിങ്ങക്ക് കല്യാണം കഴിഞ്ഞ ശേഷം എത്ര ശതം വാരി തന്നെ ഫസ്റ്റ് ടൈമാ നാളിപ്പം എന്തിനു എന്തിനെ അപ്പം ആര് കൊടുത്താലും ഇതെന്നെ പറയുള്ളൂ. ഇവരെ സ്വഭാവം അങ്ങനെയാ. ഈ പെണ്ണുങ്ങളില്ല എന്ത് കാര്യം പറഞ്ഞാലും ഉള്ളത് പറയില്ല. നമ്മൾ ഇതിന് മുന്നൊക്കെ വാരി കൊടുത്തിട്ടുണ്ടാവും, നമുക്കിപ്പോ അത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ വാരി കൊടുത്താലും ഇല്ലാന്ന് പറയുള്ളൂ. ഭൂരിഭാഗം പെണ്ണുങ്ങളോ ഇത് വീഡിയോ അതല്ല പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത്. പെച്ചിത്തിരി പെണ്ണുങ്ങളെ കുറ്റം പറയണ്ടല്ലോ. പെണ്ണുങ്ങളൊക്കെ എന്നിട്ടാണ് ഒന്ന് ചെയ്താൽ അത് അങ്ങനെയാണ്. ആണുങ്ങൾ ഇനി എന്ത് ചെയ്താലും പെണ്ണുങ്ങളോട് തന്നെ കമന്റ് ചോദിച്ചു നോക്ക്. ആണുങ്ങൾ എന്ത് പെണ്ണുങ്ങൾക്ക് ചെയ്തു കൊടുത്താലോ പറയലെന്താ പറയുക, ഒന്നും ചെയ്തു തന്നില്ല എന്നല്ലേ ഇപ്പൊ പറഞ്ഞില്ലേ. തരാത്തല്ലേ ആ ഇപ്പോഴുള്ള ഞാൻ എപ്പോഴാ വായതന്നെ എനിക്ക് വാരി തരും. എനിക്ക് വാരി തരുമോ? കഞ്ഞി വാരിയെ ചായ എന്തെങ്ങനെ സാഡായിക്കണേ ഇപ്പച്ചി നേരത്തെ ചൂടായിട്ട് സാഡായതോ എങ്ങനെ നെഞ്ഞാടുക്കുണ്ട്. ഇപ്പൊ അങ്ങനെ ചൂടായിട്ട് നെഞ്ഞൊക്കെ വാങ്ങിക്കും ഇപ്പൊ ആ ഭാഗത്തിന്. പിന്നെ ഇങ്ങോട്ടൊക്കെ എന്താ വേണ്ടല്ല ബന്ധം ഉറപ്പ് ചെയ്യാൻ പോയി കൊണ്ടുപോയി ഇങ്ങനത്തെ സ്നേഹനിധിയായ അമ്മായിമാരെ എനിക്ക് ഇവിടെ കിട്ടും. എങ്ങടാ എനിക്ക് വയ്യ പോയി കിടന്നോന്നൊക്കെ മൈലാഞ്ചി കാണിക്കില്ലല്ലോ. മൈലാഞ്ചി കാണിച്ചിട്ടില്ല, ഞാൻ ഇടാൻ വിചാരിച്ചില്ല. കറി വെച്ചോടി ഇന്നലെ പൂവിനെ പറ്റി ഇന്ന് പുട്ടിനെ പറ്റി ഇപ്പൊ ഒരാൾക്ക് വാരി കൊടുക്കും വലിയ അങ്ങനെ വർത്താനൊന്നും പറയാൻ പറ്റൂലപ്പാ. സ്നേഹത്തോടെ പേരി കൊടുക്കണം. പിന്നെ ഇങ്ങനെ അതിനെ പറ്റി ഒരു കൂടി എന്റെ തൊള്ളിലേക്ക് പോകണം, എന്നാലല്ലേ എന്റെ വള്ളിയെ കൊണ്ട് അറിയുള്ളൂ. കുറച്ചും കൂടി അറിയിക്കേ സൽമാൻ എന്നാ പൂജക്കൊക്കെ മീൻ കൊടുക്കണേ. തിന്നിട്ട് കുളിച്ച് പോയി പള്ളിക്ക് പോയി ഉറങ്ങില്ലേ? ഞങ്ങള് ഊഞ്ഞാലട ഇതൊന്നും ഇതില് മറ്റേതുണ്ട് മയ്യ അത് മറ്റേ കട്ടിയുള്ള മുട്ടേരി നേരത്തെ ഒറ്റ സിംഗിൾ പീസ് അതാണ്. വേറെ പ്ലേറ്റ് എടുത്തു വേടാ. ഉമ്മച്ചി 2 കുറ്റി മുട്ട ചൂടുള്ളവരുടെ 4 കുറ്റി ഇട്ട് നാളെ പെരുന്നാളല്ലെങ്കിൽ പിന്നെ അഡീഷണൽ കുറച്ചൊക്കെ പപ്പടല്ല പപ്പടം വെച്ച് മാത്രമേ ഞാൻ തിന്ന പാത്രം ഞാൻ തിന്ന പാത്രം ഞാൻ കേൾക്കലുണ്ട്. പൊന്നുമോൻ തിന്നു മുറിക്കലൊക്കെ സ്റ്റൈലൊക്കെ കൈ കാണിക്കണ്ട ചേട്ടാ രാവിലെ അത് ഇപ്പത്തെ 5 മുറിച്ചെടുത്ത് 4 പെണ്ണുങ്ങളെ നോക്കാരാ എനിക്ക് എന്നോട് സ്നേഹം മൊത്തം. എത്ര ചായല എത്രത്തോളം
തല്ലിനുള്ളിൽ എന്റെ വേണ്ട പോവാന് ഇങ്ങനെ കളിക്കണേ. അന്നക്കാണ്ട് വലുപ്പമുണ്ടല്ലോ ആപ്പിള് പേരക്ക മത്തക്ക നല്ല പോളിക്കാണല്ലപ്പാ. മതി. മതിന്നോ? ബിസ്മില്ലി നിങ്ങളങ്ങനെ പറയാ. അതല്ലേ പറയല്? ഇത് പിന്നെ ലാസ്റ്റ് പിന്നൊരു ഇതിങ്ങനാണ്. ഇത് ഉമ്മച്ചിക്കുള്ള ബിസ്മി, പിന്നെ പറയും ഇത് ഉപ്പച്ചിക്കുള്ള ബിസ്മി, വെല്ലിപ്പാക്കുള്ള ബിസ്മി. അതൊക്കെ അതുപോലെ എന്ത് രസടാ. ഞാൻ വണ്ടിയത് ഞാനൊക്കെ ഇങ്ങനെ നോക്ക എന്ത് ചിരികളൊക്കെ. അവർക്ക് നല്ല ലൂസ് മോഷൻ പറഞ്ഞിട്ട്. മതി. അല്ല ഇത് ബിസ്മി ബിസ്മി ബിസ്മി. ഓനക്ക് ഇടക്കില്ലേ, ഇടക്ക് ടൈറ്റും ഇടക്ക് ലൂസാ. ഞാൻ ആദ്യമോക്കുള്ളത് ബിസ്മിട്ടാ. മതി. അങ്ങനെ പറയല്ലേ? കൊള്ളയെത്തി എന്താ മോയെ എന്ത് അനക്കല്ല മോയാ സാധനം എടാ. സാധനം എന്ത് പറഞ്ഞ അങ്ങനെ തുറക്കലില്ല. സാധനല്ലേ? അങ്ങനെ കടിച്ചിട്ട് ഒന്നും കൊണ്ടൂല. അങ്ങനെയൊക്കെ എന്നിട്ടാണ് കുത്തിയാണ് കൊടുക്കുക. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാൾ ആപ്പിൾ തന്നെ ആപ്പിൾ എന്നാണ് എന്റെ അറിവില് വേറൊക്കെ ഷെയർ ഇത് ചെയ്യാം. happy ആപ്പിളാ. പറയ്. എല്ലാവരും സബ്സ്ക്രൈബ് ആര്? എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതാ എപ്പോഴും കിട്ടണ വാക്കല്ലമ്മ. ഷെയർ ചെയ്യാം. ലൈക്ക് ചെയ്യാ, നല്ല പറയും. ലൈക്ക് ചെയ്യാ, ഷെയർ ഇത് വെള്ളം ചെയ്യാ, ഉണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാ. മോയാണ് ഇതൊക്കെ മൈലാഞ്ചി. അവനാജി ഒന്നല്ല എന്റെ അവനാജി ഇപ്പൊ ചൊന്നും ഇങ്ങോട്ട് നോക്കി. റൊമാൻസ് പോയിട്ട് വയലൻസ് ആയ ചിരിക്കോ? പിന്നെ 50 ചിരിയുടെ രണ്ടാളും ചിരി ഇപ്പൊ ചിരിക്കാം. ശരിക്കും ശരിക്കും ഒന്ന് ചിരിക്കുമ്പോ വേറെ എന്തേലും പണിയില്ല രണ്ടാളും കൂടെ. സീന്. ഒന്ന് ഇതൊക്കെ ചിരിക്കി. എങ്ങനെ ഇരിക്കാനാ? ഇതൊന്ന് ഫോട്ടോ എടുക്കട്ടെ. ഇപ്പൊന്ന് ഇതൊക്കെ നോക്കി ചിരിക്കുമ്മാ. ഇപ്പാ ആ ഇതൊക്കെ നോക്കി ചിരിക്കും. ഇവിടെ അതൊന്നല്ല, രാവിലെ കുടിക്കാനുള്ള കുടിക്കാൻ രാത്രി കുടിച്ചു. ഇതിപ്പോ രാവിലെ ആയി കുടിച്ചോളി. ഇതൊക്കെ ഒന്ന് നോക്കി ചിരിക്കോ. ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കി. ഇപ്പ അടുത്തേക്ക്. എങ്ങനെ ഇങ്ങനെ ഇവിടെ അല്ല അതിനല്ല അടുത്തിരുന്ന് ചിരിക്കി. നിങ്ങൾ ചിരിക്കുമ്പത്തിന് ഇതിന് ഇത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ വേറെ പണി മേലാണ്. അതല്ല ഇങ്ങനെ ചിരിക്കാൻ പറയുമ്പോ ഒപ്പിച്ച് അപ്പൊ വെള്ളം കുടിക്കും. സായിലൊന്നും ചിരിച്ചു കൊടുക്ക്. കയ്യിലല്ല ഇങ്ങനെ രണ്ടാ അടുത്തേക്ക്. അടുത്തുമ്പോ ഒന്ന് കുറച്ചുണ്ട് നീ. എന്നാ ഇതൊക്കെ നോക്കി. ഇത് ചിരിച്ചാടി. ഒന്ന് ചിരിക്കിപ്പാ. കുഞ്ഞി കെട്ടിടാ. പുട്ടിട്ട് നെഞ്ഞേറി തുടങ്ങി ഇപ്പൊ തന്നെ. അത് മതി. അപ്പൊ ഗൈസ് ഇതാണ് ഇത് വെച്ചാലോ വൃത്തിയായി. ഇത് തരാം, ഇത് തരാം. 2 പൊറോട്ട എക്സ്ട്രാ വാങ്ങിക്കൂടെ ഞാൻ? നിങ്ങളോട് 2 പൊറാട്ട തന്നെ ഇങ്ങനെ പറയും, കുറ്റം പറയും. അങ്ങനെ ഞാൻ 2 എക്സ്ട്രാ പറയാം. ഞാൻ പറയില്ല. അപ്പൊ ഗൈസ് എല്ലാവരും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഇറക്കി കേട്ടോ. ഓള് നേരത്തെ നേരത്തെ ഇപ്പൊ തന്നെ പറഞ്ഞേ. അപ്പൊ ഗൈസ് ബൈ. ബൈ ബൈ ബൈ. ഇത് തിന്നു വളരെ അയ്യടാ മോനെ. എല്ലായിടത്തും കേൾക്കണം, എല്ലായിടത്തും കേൾക്കണം. എന്നും മൈലാഞ്ചി ഇടേ. ആ അത് നല്ല സ്കീം. കുറുക്കന്മാരെ മാതിരിയാ ഞമ്മള്. രാത്രി എല്ലാരും കിടന്നുറങ്ങി. എല്ലാ പേരും നമ്മളിപ്പോ കാക്ക വരുന്നുണ്ട്, മാറി കൊടുക്കട്ടെ. അത് കാക്ക വരുന്നുണ്ട് പുറത്തേക്ക്. ഒരു കാക്ക ബാക്കിൽ കൈ കെട്ടിക്കാതി. പൂച്ചാള് വെറുതെ അല്ലേ പറയാന്ന് പോവാത്ത. എന്താ നേരമില്ലാത്ത നേരത്തും കിട്ടും ഫുഡ്. ഏത് നേരത്തെ ഫുഡ് കിട്ടും അതുകൊണ്ടല്ലേ. ചിരിക്കണം.
കരയി ചിരിക്കടാ വലിയ ജബ്ബാർത്താനം പറഞ്ഞാളെ ആരും ചിരിച്ചില്ല. വേണതാ സാലിന്റെ പ്ലേറ്റ് ആക്കിട്ട് വേയാളായതാ പണി വളി. പാത്രം കേൾക്കാൻ പറഞ്ഞു, പാത്രം പൊളിക്കുന്നുണ്ട്. ഓ എന്ത് ഇങ്ങനത്തെ പോലെ വേണ്ട. അവിടെ കിടക്കി പറഞ്ഞ് രണ്ട് സൈഡിൽ മാത്രമേ നല്ല അടിപൊളി ഫ്രെയിം കേട്ടോ. അടിപൊളി ഫ്രെയിം രണ്ട് സൈഡും മത്സരിച്ചിട്ട് സിൽവർ കളർ ആയാതി. ആരായിരിക്കും ഫസ്റ്റ്? ഇപ്പച്ചി ജയിക്കോ സാല് ജയിക്കോ? കയ്യിലെ സാലോ തീരുമ്പോ അവിടെ അത് തുടക്ക. എന്ത് സുഖല്ലേ പാത്രങ്ങനെ കണ്ടിക്കാന്. ഇപ്പച്ചി എന്താ മീൻ പൊരിച്ച ചട്ടിയൊക്കെ നല്ല തേച്ചൊക്കെ ഉണ്ട്. കളിയാക്കണ്ട, ലാസ്റ്റ് കൈ പാത്രം കണ്ടേ. അത് കേട്ടപ്പോ ഇപ്പച്ചിനെ ഞാൻ ഓവർ കളിയാക്കൂല. കളിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോ പണിയെടുക്കേണ്ടി വരും.